നഗരത്തിലെ ഒരു പാർക്കാണ് പശ്ചാത്തലം. അതിൻ്റെ മുന്നിൽ ഒരു മുത്തച്ഛൻ പല രൂപത്തിലുള്ള ബലൂണുകൾ വിൽക്കാൻ വരും. ബലൂൺ വിറ്റുള്ള വരുമാനം കൊണ്ടാണ് ഈ മുത്തച്ഛൻ രോഗിയായ തൻ്റെ ഭാര്യയ്ക്കെന്നും മരുന്ന് വാങ്ങിക്കൊണ്ടിരുന്നത്. ഒരു കൊച്ചുകുട്ടി അമ്മയ്ക്കൊപ്പം ദിവസവും അവിടെ എത്തുമായിരുന്നു. എന്നാൽ ബലൂൺ വാങ്ങാൻ അമ്മയുടെ കയ്യിൽ പൈസയില്ലെന്ന് കുഞ്ഞിനറിയാമായിരുന്നു. അതുകൊണ്ട് അവൻ ഒരിക്കലും ബലൂൺ വേണമെന്ന് വാശി പിടിച്ചില്ല. ഒരു ദിവസം വല്ലാതെ മഴ പെയ്തു. മുത്തച്ഛൻ നനഞ്ഞു വിറച്ച് തൻ്റെ ബലൂണുകൾ കെട്ടിവെക്കുകയായിരുന്നു. അപ്പോൾ ആ കൊച്ചുകുട്ടി മുത്തച്ഛൻ്റെ അടുത്തേക്ക് ഓടിച്ചെന്നു. അവൻ മുത്തച്ഛൻ്റെ കയ്യിൽ ഒരു ചെറിയ നാണയം വെച്ചു കൊടുത്തു. എന്നിട്ട് ചെറിയ ശബ്ദത്തിൽ പറഞ്ഞു, ഇന്ന് മുത്തച്ഛന് ബലൂണുകളൊന്നും വിൽക്കാൻ പറ്റിയില്ലല്ലോ, മുത്തച്ഛൻ എങ്ങനെയാ ഭക്ഷണം കഴിക്കുക? മുത്തച്ഛൻ്റെ കണ്ണുകൾ നിറഞ്ഞു. തനിക്ക് വേണമെന്നല്ല, പകരം ആ മുത്തച്ഛൻ്റെ സങ്കടം മാറ്റണമെന്നാണ് ആ കുട്ടി ചിന്തിച്ചത്. മുത്തച്ഛൻ ആ നാണയം കുട്ടിക്ക് തിരികെ കൊടുത്തില്ല. കാരണം അത് ആ കുഞ്ഞിൻ്റെ വലിയ മനസ്സിനെയാണ് നമ്മൾ നിരാകരിക്കുക. പകരം മുത്തച്ഛൻ തൻ്റെ കയ്യിലുണ്ടായിരുന്നതിൽ ഏറ്റവും ഭംഗിയുള്ള ഒരു ബലൂൺ ആ കുട്ടിക്ക് സമ്മാനമായി മടക്കി കൊടുത്തു. അമ്മ അത്ഭുതത്തോട് നോക്കിയപ്പോൾ മുത്തച്ഛൻ പറഞ്ഞു, ഈ കുഞ്ഞ് എനിക്ക് തന്നത് ചെറിയൊരു നാണയമല്ല, എന്നെപ്പോലൊരു പാവപ്പെട്ടവനുള്ള വലിയ കരുതലാണ്. ലോകത്തിലെ ഏറ്റവും വലിയ സമ്പത്തിനേക്കാളും വലുതാണ് ഈ നാണയം. നന്മ ചെയ്യാൻ പ്രായമോ പണമോ ആവശ്യമില്ല. മറ്റുള്ളവരുടെ ബുദ്ധിമുട്ടുകൾ തിരിച്ചറിയാനുള്ള മനസ്സുണ്ടായാൽ മതി. സ്നേഹപൂർവ്വം നൽകുന്ന ചെറിയൊരു കരുതൽ പോലും മറ്റൊരാൾക്ക് നൽകുന്ന ആശ്വാസം വളരെ വലുതാണ്. ഒരുപക്ഷെ ലോകമെമ്പാടുമുള്ള മലയാളി സമൂഹത്തിന് ഈ ഒരു കരുതലിൻ്റെ സ്വഭാവമുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. മാത്രമല്ല, വിദേശ നാടുകളിലേക്കൊക്കെ ചേക്കേറുന്ന മലയാളികളൊക്കെ കേരളത്തിൽ ഇലയൊന്നനങ്ങിയാൽ കാറ്റൊന്നടിച്ചാൽ ചെറുതായിട്ട് എന്തെങ്കിലും അവിചാരിതമായ കാര്യങ്ങളുണ്ടായാൽ അവരുടെ മനസ്സ് നൊമ്പരപ്പെടുന്നതൊക്കെ ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. കാര്യം അതൊക്കെ കരുതലിൻ്റെ ലക്ഷണമാണ്. ഈ കരുതലിൻ്റെ ലക്ഷണം കൂടുതൽ ഉണ്ടാക്കാനാണ് നമ്മുടെ MMC നമ്മൾ ശ്രമിക്കുന്നത്. മില്യൺ മലയാളി ക്ലബ്ബ് ഒന്നിച്ചൊരു കുടക്കീഴിൽ 1 കോടി മനുഷ്യർ എത്തുന്ന ഒരു ദിവസം, ഒരു പ്രഭാതം ഞാൻ നിങ്ങളെപ്പോലെ സ്വപ്നം കാണുന്നു. MMCയിലേക്ക് നിങ്ങളും യാത്ര ചെയ്യുക. ഈ ഒരു നല്ല ചിന്തയോടെ നമുക്ക് ഇന്നത്തെ മോർണിംഗ് ഷോ തുടങ്ങാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം, വെൽക്കം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.